രവി മോഹൻ, നിത്യ മേനൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് റിലീസായ ഏറ്റവും പുതിയ സിനിമ കാതലിക്ക് നേരമില്ലേ എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പൊങ്കലാണല്ലോ, ഇപ്പോൾ റിലീസുകൾ കുറച്ചുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ചില സിനിമകൾ കാണാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് അടുത്ത തിയേറ്ററിലേക്ക് എത്താൻ നേരമില്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് കാറിലിരുന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇത് DJ Osmo Action 5 Proൻ്റെയും അതുപോലെ തന്നെ DJI Mic Miniയുടെയും ഒരുമിച്ചുള്ള ഒരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ കാതലിക്ക് നേരമില്ലേ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഗൗതം വാസുദേവ് മേനോൻ്റെയോ അല്ലെങ്കിൽ മണിരത്നത്തിൻ്റെയോ ഒക്കെ സിനിമയാകാൻ വേണ്ടി പരിശ്രമിച്ച് അവസാനം ഒരു സീരിയലായി മാറിയ സിനിമ എന്നാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ പല സീരിയലുകളുടെയും കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് തൻ്റെ അച്ഛനാണ് മുന്നിലുള്ളതെന്ന് അറിയില്ല, അച്ഛന് തൻ്റെ മകനാണ് മുന്നിലുള്ളതെന്ന് അറിയില്ല, ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കുട്ടിയുടെ അച്ഛനാണ് കൂടെ നിൽക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്ന സെയിം പരിപാടി തന്നെയാണ് ഈ സിനിമയിലും സംഭവിക്കുന്നത്. കാര്യം ഒരു സിറ്റിയിലെ ഫ്ലാറ്റും പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ സിറ്റികളുടെ പേരുകളും പിന്നെ അഭിനയിക്കുന്ന താരങ്ങൾ അവരിടുന്ന ഡ്രസ്സിൻ്റെ മോഡേണിറ്റിയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധനം ഒരു സീരിയൽ കഥ മാത്രമാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന അത്രയും സമയവും ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്രയധികം സിനിമ എന്നെ സംബന്ധിച്ച് ബോറടിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇപ്പം നമ്മൾ പെർഫോമൻസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിത്യ മേനോൻ ആസ് യൂഷ്വൽ നിത്യ മേനോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ മുൻ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊക്കെയുള്ള അവർ ഇങ്ങനെ ക്യൂട്ടാവുന്ന അല്ലെങ്കിൽ ഭയങ്കര ചാമിങ് ആവുന്ന ആ ഒരു സാധനമുണ്ട്, എനിക്കത് ഇഷ്ടവുമാണ്. പക്ഷേ ഇത് തന്നെയാണ് സിനിമകളിലൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അതിനെ തന്നെ ഇവർ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിത്യയുടെ ഇപ്പോൾ മണിരത്നത്തിൻ്റെ ഒക്കെ സിനിമയിലുള്ള അതേ കോസ്റ്റ്യൂംസ്, അതേ എക്സ്പ്രഷൻസ്, അതേ സിറ്റുവേഷൻസ് എന്ന് നമുക്ക് തോന്നുന്ന പോലെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പോകുന്ന പോലെയാണ് തോന്നിയത്. രവി മോഹനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും ഒന്ന് ഒരു നല്ല മൊമെൻറ്റ് കണ്ടു എന്ന് ഫീൽ ചെയ്യിപ്പിച്ച കാര്യങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ഒരു എക്സായിട്ട് വരുന്നൊരു പെൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം സ്ക്രീനിൽ വരുമ്പോൾ അതിലൊരു ഇമോഷണൽ സാധനം ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ കുറച്ചും കൂടി സംസാരിക്കുന്നത് പോലെ, ആ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന പോലെ തോന്നി. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്കിതിലൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എന്തോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പോട്ടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം, എന്താണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്കാണ് പോകാൻ തോന്നിയത്. പിന്നെ യോഗി ബാബു ആസ് യൂഷ്വൽ യോഗി ബാബു ആയിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. AR റഹ്മാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് പോലെ വളരെ നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. അത് വീട്ടിലേക്ക് കൊണ്ടുവരാനില്ല. അതായത് തിയേറ്ററിൽ നമ്മൾ സ്ക്രീനിൽ കണ്ടു, ആ സിനിമയുടെ കൂടെ ഒരു മ്യൂസിക് ഇങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ പാട്ടൊന്ന് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ട്രാക്ക് ഒന്ന് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കാൻ തോന്നുന്ന, വീണ്ടും കേൾക്കാൻ തോന്നുന്ന അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ വർക്കാവാത്ത ഇമോഷൻസും സ്ഥിരം നമ്മൾ കാണുന്ന പെർഫോമൻസുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ സാധനം ഒരു റബ്ബർ ബാൻഡ് പോലെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിൽ അവർ പറയാൻ ശ്രമിച്ച അതിനൊരു ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം, രക്തത്തെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ അതിൻ്റെ വേറൊരു ആംഗിൾ ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മളൊക്കെ നമ്മുടെ രക്തത്തിൻ്റെ ഗുണം കാണിക്കും എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ അല്ലെങ്കിൽ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ മകനും ഓട്ടോമാറ്റിക്കലി ഫുട്ബോൾ കളിക്കാനുള്ള ടാലൻറ്റ് കിട്ടും. പാട്ടുകാരൻ്റെ മകനാണെങ്കിൽ പാട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ നാട് ഭരിച്ചിട്ടുള്ള ഒരാളുടെ മകനോ കൊച്ചുമകനോ ആകുമ്പോൾ അയാൾക്കും നാട് ഭരിക്കാനുള്ള ഗുണം കിട്ടും എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സാധനമാണ്. എനിക്ക് ബേസിക്കലി അതിനോട് യോജിപ്പില്ല. രക്തഗുണം പറയുന്നത് അടിസ്ഥാനപരമായി ജാതീയമായ കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെയാണ് നീണ്ടുപോകുന്നത്. കൃതിക ഉദയനിധിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അവരൊരു എൻ്റർടൈനിങ് സിനിമ ഫാമിലിയൊക്കെ തിയേറ്ററിൽ കൊണ്ടുവന്നിരുത്തി ഒരു കണ്ണീരുപ്പ് കലർന്ന കുറച്ച് നിമിഷങ്ങളിലൂടെ കടന്നുപോയ അവസാനം സന്തോഷിച്ച് എന്നാലും അവർ നന്നായല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു കണ്ണീർ കഥ സ്ഥിരം സിനിമ സീരിയലിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഇമ്പാക്ട്ഫുള്ളായി തരിക, അല്ലെങ്കിൽ ആസ് എ പ്രേക്ഷകൻ ഞാൻ കൊടുത്ത പണത്തിന് എനിക്ക് മൂല്യം കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നല്ലോണം ബോറടിച്ച് ഉറങ്ങിയൊക്കെ വീണ് പോയിട്ട് എന്നൊക്കെയുള്ള അവസ്ഥയിലിരുന്നാണ് കണ്ടു തീർത്തത്. നല്ലോണം ഉറക്കം വന്നിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് നമ്മുടെ ഉറക്കം എവിടെ പോയി എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത അങ്ങനത്തെ സിനിമകളും കണ്ടിട്ടുണ്ട്. ചില സിനിമകൾ ഇങ്ങനെയാണ്, തിയേറ്ററിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഉറക്കം വന്നു പോകും. എന്തായാലും അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ സിനിമ കണ്ട് തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, സക്സസ്ഫുള്ളായിട്ട്. പക്ഷേ ഈ പറയുന്നൊരു കണ്ണീർ സോപ്പ് പരിപാടികൾ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സിനിമ വർക്കായേക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറി വരും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.